ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെജിറ്റബിൾ കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു കട്ട്ലറ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു 2 വലിയ ഉരുളക്കിഴങ്ങിനെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. തോലോട് കൂടിയിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ കൈ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കട്ടെ. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സവാള, മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ സൈസ് ക്യാരറ്റ്, അതുപോലെ തന്നെ ഏകദേശം 1 കപ്പ് വരും ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തതാണ്. പിന്നെ ഒരു 1/2 കപ്പോളം ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഫ്രഷ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ഗ്രീൻ പീസ് ആകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് വെന്ത് വരും. ഇനി അടുത്തതായിട്ട് 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ കുറച്ച് മല്ലിയില കൂടി വേണം. നമുക്കിതിലേക്ക് മസാലപ്പൊടികളായിട്ട് വേണ്ടത് കുറച്ച് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും വേണം. മുളക് പൊടി ചേർക്കുന്നില്ല, കുരുമുളക് പൊടിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ട് ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആണ്. അപ്പം ഞാൻ ബ്രെഡ് ക്രംസ് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറാണ്. ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ നമ്മൾ ചില റെസിപ്പീസിലൊക്കെ കട്ട് ചെയ്യുമ്പോൾ അത് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം താവയിലിട്ട് ചൂടാക്കിയിട്ട് മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് കിട്ടും. നമുക്ക് ഈ ഒരു കട്ട്ലറ്റിൻ്റെ കൂട്ടുണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഞാനൊരല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഈ സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരട്ടെ. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകാണ്. അപ്പോൾ നമ്മളിതിൽ കുരുമുളക് പൊടിയും പച്ചമുളകാണ് മെയിനായിട്ട് എരിവിനായിട്ട് ചേർക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി വരുന്നവരെ ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റി കൊടുക്കുക. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബീട്രൂട്ടും ഗ്രീൻ പീസും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രീൻ പീസ് നിങ്ങൾ നിർബന്ധമില്ല ചേർക്കണമെന്ന്. അപ്പോൾ ചേർക്കുകയാണെങ്കിൽ ഫ്രഷ് ഗ്രീൻ പീസ് തന്നെ ചേർക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഉണങ്ങിയ ടൈപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചത് ചേർക്കുകയാണെങ്കിൽ അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് ആകുമ്പോൾ നമുക്കിതിൽ തന്നെ പെട്ടെന്ന് വെന്ത് വരും. അതുപോലെ തന്നെ ഈ ഒരു നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാൻ അല്ല എടുക്കുന്നതാണെങ്കിൽ ഒരല്പം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഏകദേശം ഒരു 5 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ എരിവും അതുപോലെ തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാലയും അതുപോലെ തന്നെ മല്ലിയിലയും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
കട്ട്ലേറ്റിൻ്റെ കൂട്ട് നമുക്ക് തണുക്കാനായിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ഞാനിവിടെ. നമ്മുടെ കട്ട്ലേറ്റിൻ്റെ കൂട്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്ക് ഞാനിപ്പോൾ ഏകദേശം ഒരു വലിയ സൈസിലുള്ള കട്ട്ലേറ്റ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വലിയ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ സാധാ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുക്കി കട്ടറൊക്കെ വെച്ചിട്ട് ഹാർട്ട് ഷേപ്പും സ്റ്റാർ ഷേപ്പൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ കയ്യിൽ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുകയാണ്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ്സ് ഒക്കെ ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരളവിൽ ഞാൻ ഏകദേശം ഒരു 9 കട്ട്ലേറ്റാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് മുട്ടയുടെ വെള്ളം ചേർക്കുന്നതിന് പകരമായിട്ട് ഞാനിവിടെ ഒരു വലിയ സ്പൂണ് മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഒരു ബാറ്റർ തയ്യാറാക്കുകയാണ്. അതിനുശേഷം ഇതിലാണ് നമ്മുടെ കട്ട്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ്സ് ഒക്കെ നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഷാലോ ഫ്രൈ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ജസ്റ്റ് താവയിലിട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്നങ്ങ് ആ ഒരു ബ്രെഡ് ക്രംസ് മാത്രം ഒന്നങ്ങ് മൊരിയിച്ചെടുത്താൽ മതി. നമ്മളിതിൽ കുക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷേ കുറച്ചുകൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം കട്ട്ലറ്റ് ഇട്ട് കൊടുക്കുക. പിന്നീട് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്കൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഓരോ കട്ട്ലേറ്റ് ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു കട്ട്ലേറ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ചുവന്ന നിറത്തിലൊരു സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും. അതിൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിലത്തെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ താങ്ക്